ഓഫീസ് അതിക്രമത്തിൽ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ തിരുവമ്പാടി KCB ഓഫീസിന് മുൻപിൽ പ്രതിഷേധം. അജ്മലിന്റെ രക്ഷിതാക്കൾ ഓഫീസിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, പണമടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുന്നു, അപ്പോൾ എന്തോ തർക്കവും പ്രശ്നവും ഉണ്ടാകുന്നു, പിന്നീട് പണമടച്ച് വൈദ്യുതി തിരികെ കിട്ടുന്നു, അതിനുശേഷം ഇവരുടെ മക്കൾ KCB ഓഫീസിലെത്തുന്നു, അവിടെ എന്തോ പ്രശ്നമുണ്ടാകുന്നു, മേശയും കസേരയും ഒക്കെ പൊട്ടിക്കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവർ ഇപ്പോൾ പോലീസിൽ അറസ്റ്റിലാണ്, കസ്റ്റഡിയിലാണ്. പക്ഷേ എൻ്റെ പേരിലെ കണക്ഷൻ എങ്ങനെ വിച്ഛേദിച്ചു, ഞങ്ങൾ രോഗികളാണ് എന്ന് പിതാവും ഒപ്പം ഉമ്മയും പറയുന്നു. അവരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. അതിനെന്തെങ്കിലും തരത്തിലുള്ള പിന്തുണയുണ്ടോ, എന്തെങ്കിലും തരത്തിൽ പുനരാലോചനയ്ക്ക് സാധ്യതയുണ്ടോ KCBയുടെ ഭാഗത്ത് നിന്ന്? രതീഷ്, ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് റസാഖിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം അജ്മലിന്റെ ഉമ്മയും ഉപ്പയുമാണ് KCB തിരുവമ്പാടി ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് റസാഖിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒപ്പം ഉമ്മയും ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളതാണ്. നാട്ടുകാരുടെ പിന്തുണ ഈ പ്രതിഷേധത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവരുടെ മക്കളായ അജ്മലും ഫഹദാദുമാണ് തിരുവമ്പാടി KCB ഓഫീസിൽ കയറി വിധത്തിൽ അതിക്രമം കാട്ടിയത്. വീട്ടിലെ വൈദ്യുതി വ്യാഴാഴ്ച KCB വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഇവർ പണം അടച്ചു. അതായത് കുടിശ്ശിക വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നത്. അന്ന് വൈകിട്ട് പണം അടച്ചുവെങ്കിലും വെള്ളിയാഴ്ച ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി മാത്രമാണ് വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നത്. അതിന് ഫ്യൂസ് കുത്താൻ വന്ന ജീവനക്കാരനുമായി വീട്ടുകാർ പ്രശ്നത്തിൽ ഏർപ്പെടുകയും ഈ ജീവനക്കാരൻ ഓഫീസിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകുകയുമാണ് ഉണ്ടായത്. പോലീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരാതിപ്പെടുകയും ചെയ്തത് തുടർന്ന് അജ്മലിനെതിരെ പോലീസ് കേസെടുക്കുകയാണുണ്ടായത്. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ KCB ഓഫീസിലെത്തി അതിക്രമം കാട്ടുകയാണുണ്ടായിരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ദേഹത്ത് മലിനജലം ഒഴിച്ചു. അതുപോലെ കമ്പ്യൂട്ടർ, മറ്റു ഉപകരണങ്ങൾ, അനുബന്ധ ഉപകരണങ്ങൾ, ഫയലുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. പോലീസ് അജ്മലിനെയും ഫഹദാദിനെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് KCBയുടെ നടപടി വന്നത്. അതായത് ഓഫീസിൽ കയറി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും നാശനഷ്ടവും വരുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കൺസ്യൂമർ നമ്പറിലുള്ള ആളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു എന്നതാണ്. അതായത് അജ്മലിന്റെ പിതാവിന്റെ പേരിലാണ് വീട്ടിലെ വൈദ്യുതി ബന്ധം ഉള്ളത്, അത് വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ദൃശ്യങ്ങളിൽ കാണാം, അവർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നു. അതിന് പിന്നാലെ ഈ പ്രായമായ പാപ്പയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നാട്ടുകാർ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വൈദ്യുതി കണക്ഷൻ, ഗാർഹിക കണക്ഷൻ ഉള്ളത്. പക്ഷേ മക്കളുടെ അതിക്രമത്തിൻ്റെ പേരിൽ അവിടുത്തെ കണക്ഷൻ വീണ്ടും വിച്ഛേദിച്ചിരിക്കുകയാണ്. CMDയുടെ ഉത്തരവ് പ്രകാരം വിച്ഛേദിച്ചു എന്നതാണ് അവർക്ക് അവിടെ സെർവ് ചെയ്തിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇത് വൈദ്യുതി ബോർഡിൻ്റെ തലപ്പത്ത് എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ആ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത്. പക്ഷേ പ്രായമായ ആളുകൾ, രോഗികളായ ആളുകൾ മക്കൾ അതിക്രമം കാണിച്ചെങ്കിൽ അവരുടെ വൈദ്യുതി വിച്ഛേദിക്കണമോ എന്ന സാമൂഹ്യ പ്രസക്തിയുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വൈദ്യുതി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? അദ്ദേഹത്തെ ഇപ്പോൾ തിരുവമ്പാടിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നതാണ്. പക്ഷെ മറ്റു പ്രശ്നങ്ങൾ, നേരത്തെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാണ് ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. വൈദ്യുതി വിച്ഛേദിക്കരുത്, രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറെ പാടുവിട്ട് പോകും എന്ന് ഇത് വൈദ്യുതി വിച്ഛേദിക്കാൻ വന്ന ജീവനക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് നമ്മൾ നേരത്തെയും ചോദിച്ചപ്പോൾ അജ്മലിന്റെ ഉപ്പ റസാഖ് ആണെങ്കിലും ഉമ്മ മറിയമാണെങ്കിലും പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് ചെവിക്കൊള്ളാതെയാണ്. CMDയുടെ ഉത്തരവാണ്, മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, അത് നടപ്പാക്കിയേ തീരൂ, നടപ്പാക്കാതെ മറ്റു മാർഗമില്ല എന്ന് അറിയിച്ചുകൊണ്ട് ജീവനക്കാർ വൈദ്യുതി വിച്ഛേദിച്ചു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ ഇരുട്ടത്ത് ജീവിതം ആരംഭിച്ചതിന് പിന്നാലെ ഈ എന്തെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് KCB ഓഫീസിന് മുൻപിലേക്ക് അവർ. ഈ KCB ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഇവരുമായി പിന്നീട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സുഖമില്ലാത്ത പ്രായമായ ആളുകളാണ്, അവരുടെ പേരിലാണ് കണക്ഷനും ഉള്ളത്. അപ്പോൾ എങ്ങനെ ഈ വൈദ്യുതി കട്ട് ചെയ്യും? അത് ഈ കട്ട് ചെയ്ത് പോയെങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന തരത്തിൽ എന്തെങ്കിലും ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, നാട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടോ, അവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ടോ? പക്ഷേ രതീഷ്, നിലവിൽ അങ്ങനെയുള്ള യാതൊരു ഉറപ്പും മറുപടിയും KCB അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്.
ഇവർ വന്നു, വൈദ്യുതി വിച്ഛേദിച്ചു, തിരികെ പോയി. വന്ന സമയത്ത് വൈദ്യുതി വിച്ഛേദിക്കരുതെന്ന് ഇവർ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, CMDയുടെ ഉത്തരവാണ്, അത് നടപ്പിലാക്കാതെ മറ്റു മാർഗമില്ല എന്ന് ജീവനക്കാരായാലും അധികൃതരാണെങ്കിലും അറിയിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആ വീടിൽ ഇവർക്ക് നോട്ടീസും കൈമാറിയിട്ടുണ്ട്. ആ നോട്ടീസിലും കൃത്യമായി പറയുന്നുണ്ട്, ഓഫീസിൽ കയറി ജീവനക്കാരെ അതിക്രമിച്ചു, മറ്റു അതായത് ഉപകരണങ്ങളും മറ്റു സ്വത്തുവകകളും അതിന് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൺസ്യൂമർ നമ്പറിൽ, അതായത് റസാഖിന്റെ പേരിലുള്ള കൺസ്യൂമർ നമ്പറിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നു എന്നത് തന്നെയാണ്. അതിനുശേഷം യാതൊരുവിധ പ്രതികരണവും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ റസാഖിന്റെ. ശരി, നേരത്തെ മാതൃഭൂമി ന്യൂസുമായി ഇരുവരും ഈ മാതാപിതാക്കൾ സംസാരിച്ചിരുന്നു. വലിയ ആരോഗ്യ പ്രശ്നമുണ്ട്, ഇരട്ടത്തിരിക്കുകയാണ്, വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ പേരിലാണ് കണക്ഷൻ, ഫ്യൂസ് ഊരരുത് എന്ന് ആദ്യം ഊരിയപ്പോഴും പിന്നീട് രണ്ടാമത് വന്നപ്പോഴും അവരോട് പറഞ്ഞതാണ്. വന്നവർ ഉപദ്രവിച്ചു, അതിനിടെയാണ് മക്കൾ ഓഫീസിലേക്ക് പോയത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നീട് അവർ അറസ്റ്റിലായി എന്ന വിവരമാണ് അറിഞ്ഞത് എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇരുവരും നേരത്തെ വിശദീകരിച്ചിരുന്നു.